ഒരുമിച്ച് വളരുന്ന, പരസ്പരം വളർത്തുന്ന ഒരു കൂട്ടായ്മയാകണം നമ്മൾ. ഇത് നൂതനമായ ഒരു ആശയമല്ല. നമ്മുടെ സഭ അങ്ങനെയാണ് ആരംഭം കുറിച്ചത്. ഒരുമിച്ചല്ലാതെ സഭയ്ക്ക് വളരാൻ സാധിക്കുകയില്ല. ഒരുമിച്ചില്ലെങ്കിൽ സഭ വളരുകയില്ല. സഭയെന്നല്ല ഒരു സ്ഥാനവും, ഒരു കൂട്ടായി, ഒരു സമൂഹവും വളരുകയില്ല ഒരുമിച്ചില്ലെങ്കിൽ. നമ്മുടെ ശരീരം അങ്ങനെയാണ്. നമ്മുടെ ശരീരത്തിൽ വിവിധ അവയവങ്ങളുണ്ട്. ഓരോ അവയവത്തിനും അതിൻ്റെതായ ദൗത്യമുണ്ട്. പക്ഷേ ഒരുമിച്ച് വളരുന്നു, പരസ്പരം വളർത്തുന്നു. ഏതെങ്കിലും ഒരു അവയവം തനിച്ച് വളരുമ്പോൾ ശരീരം വികൃതമായി മാറുന്നു. ഏതെങ്കിലും ഒരു അവയവം തളർന്ന് ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന് കേടുപറ്റുമ്പോൾ ശരീരത്തിന് പ്രവർത്തിക്കാൻ, വേണ്ട വിധം പ്രവർത്തിക്കാൻ സാധിക്കാതെ വരുന്നു. അത് മുടങ്ങിപ്പോകുന്നു. അത് ചികിത്സ ആവശ്യമാണ്. ഒരുപക്ഷെ നമ്മുടെ സമുദായത്തിന്, നമ്മുടെ സമൂഹത്തിന് അങ്ങനെയുള്ള ഒരു ചികിത്സയും ആവശ്യമായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നുവോ എന്നുള്ള ആശങ്കയുണ്ട്. അതിനുള്ള ഒരു പരിഹാരം കൂടിയാണ് ഈ വിങ്സ് ടു സീറോ എന്നുള്ള ഈ കോൺഫറൻസ്. അങ്ങനെ ഒരുമിച്ച് ചിന്തിക്കുവാൻ, ഒരുമിച്ച് വളരുവാൻ, പരസ്പരം വളർത്തുവാൻ സന്നദ്ധരായ ഒരു പറ്റം സംരംഭകർ, അല്ലെങ്കിൽ സംരംഭകരാകാൻ ആഗ്രഹിക്കുന്നവർ, അവരാണ് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഞാൻ ഒരു സംഭവം ഓർന്നു പോകുന്നു. ഈ രൂപതയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം. 1888 ഈ അതിരൂപതയ്ക്ക് ആരംഭം കുറിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഇതിന്റെ ആദ്യത്തെ ആത്മീയ ഭരണാധികാരിയായി നിയമിക്കപ്പെട്ട വികാരിയെ പ്രസ്തുതിക്കാൻ ചാൾസ് ലിവിഞ്ചി പിതാവിന് അന്നത്തെ ചങ്ങനാശ്ശേരി വികാരിയത്തിൽപ്പെട്ട് ഇന്നത്തെ ആദ്യത്തെ ചങ്ങനാശ്ശേരി വികാരിയം എന്ന് പറയുന്നത് ഇന്നത്തെ കേരളത്തിന്റെ പകുതിയിലധികം ഭാഗം വരുന്ന പിതാവിന് സമർപ്പിച്ച ഒരു മെമ്മോറാണ്ടം ഉണ്ടായിരുന്നു. അന്നത്തെ ഇവിടുത്തെ ഈ നസ്രാണി സമുദായ അംഗങ്ങൾ 30,000-ലധികം പേര് 1888 മാന്നാനത്ത് ഒരുമിച്ച് കൂടി. അവിടെയാണ് സ്വീകരണം കൊടുത്തത് പുതിയ ആത്മീയ പിതാവിന്. 30,000-ലധികം വരുന്ന ജനം. അന്നുണ്ടായിരുന്ന വൈദികരിൽ മിക്കവാറും എല്ലാവരും തന്നെ 300-ലധികം വൈദികർ എല്ലാം ഒരുമിച്ച് ചേർന്ന് മെമ്മോറാണ്ടം നേതൃത്വം സമർപ്പിച്ചു. ആ മെമ്മോറാണ്ടത്തിലെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന് ആത്മീയം, മറ്റൊന്ന് ഭൗതികം. ഭൗതികമായ വളർച്ച ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ പറഞ്ഞു, നിവേദനം അർപ്പിച്ചു, ഞങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് വളരെ പിന്നോക്കാവസ്ഥയിലാണ്. ഞങ്ങളുടെ ഇടയിൽ ബിരുദധാരികൾ കാര്യമാർ ആരും തന്നെ ഇല്ല. ഞങ്ങൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി ഉണ്ടാകണം. ഞങ്ങളുടെ സമുദായത്തിന്, ഞങ്ങളുടെ ഭാവി തലമുറയ്ക്ക് ഈ രംഗത്ത് പുരോഗതി ഉണ്ടാകണം. ഞങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനു വേണ്ടിയുള്ള വഴി തുറക്കണം. അതിനുവേണ്ടി കോളേജ് ഉണ്ടാകണം എന്നൊക്കെയായിരുന്നു ഒരു നിവേദനം. അവിടെ മെമ്മോറാണ്ടം സമർപ്പിച്ച ഏതാനും പേരുടെ സ്വാർത്ഥപരമായ താല്പര്യമായിരുന്നില്ല, മറിച്ച് ഈ സമുദായത്തിന്റെ മുഴുവൻ അവസ്ഥ മനസ്സിലാക്കി വേദനയോടുകൂടി ഭാവിയുടെ നന്മയ്ക്ക് വേണ്ടി അവരർപ്പിച്ച ഒരു നിവേദനമായിരുന്നു. മറ്റൊന്ന്, ഞങ്ങളുടെ പുരാതനമായ
ആ സഭാത്മകമായ ചൈതന്യം, ഈ സഭയുടെ പുരാതന ചൈതന്യം ഞങ്ങൾക്ക് ഏറെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ സഭാ പാരമ്പര്യങ്ങൾ ഞങ്ങൾ കന്യമായി മാറിയിരിക്കുന്നു. പലതും ഞങ്ങൾക്ക് അത് വീണ്ടെടുത്ത് കിട്ടണം. ഇങ്ങനെ ആത്മീയവും ഭൗതികവുമായ രണ്ട് ആവശ്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ആവശ്യങ്ങൾ അവർ വർദ്ധിച്ചു. രണ്ടിനും വളരെ പോസിറ്റീവായിട്ടുള്ള മറുപടി ദൈവം നൽകി. വിദ്യാഭ്യാസ രംഗത്ത് ഉടൻ തന്നെ നടപടികൾ സ്വീകരിച്ചു. അങ്ങനെ ആരംഭിച്ചതാണ് SP ഹൈസ്കൂൾ, ഇന്നത്തെ SP ഹൈസ്കൂൾ. ഒരു കോളേജ് ആരംഭിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ചതാണ്. അതിന്റെ തുടർച്ചയും വളർച്ചയുമാണ് ഈ SP കോളേജ്. അവിടെയാണ് നമ്മളിപ്പോൾ സമ്മേളിച്ചിരിക്കുന്നത്. തുടർന്നുണ്ടായ പുരോഗതി, വളർച്ച, വിദ്യാഭ്യാസ രംഗത്ത് ഈ സമൂഹം, ഈ സമുദായം ഒറ്റ മനസ്സോടെ പ്രവർത്തിച്ചു, പങ്കുവെച്ചു, തങ്ങൾക്കുള്ളതെല്ലാം പങ്കുവെച്ചു. സ്വന്തം മക്കൾക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവരുടെയും മക്കളെ ഉദ്ദേശിച്ച് ഞാനാജാതി മതസ്ഥരായ ഇവിടുത്തെ ജനത്തിന് നല്ല വിദ്യാഭ്യാസം നൽകുവാൻ വഴിയൊരുക്കി. അങ്ങനെയാണ് ഇവിടെ വിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു പുരോഗതി യാഥാർത്ഥ്യമായത്. അതുപോലെ തന്നെ ആത്മീയ രംഗത്ത് അദ്ദേഹം ഉറപ്പു നൽകി. ശരി, എന്റെ ആഗ്രഹം അതാണ്, മാർപ്പാപ്പനെയും കൊണ്ട് അയച്ചിരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ സഭയുടെ ആത്മീയ പൈതൃകം പുനഃസ്ഥാപിക്കണം. അതാണ് ഈ നസ്രാണി പൈതൃകം എന്ന് പറയുന്നതാണ്. ഈ നസ്രാണി പൈതൃകം എന്ന് പറയുന്നതാണ്. ആ പേരിൽ തന്നെ ഈ നസ്രാണി മാർഗം ഇങ്ങനൊരു പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുമ്പോൾ, ഈ ഇതിന് നേതൃത്വം കൊടുക്കുമ്പോൾ ഏറെ സന്തോഷിക്കുന്നു. ഇതൊരു റിവൈവലാണ്, ഒരു പുനർജീവനം. അതിനെ ഒത്തൊരുമിക്കുക. ഇവിടെ ജെയിംസ് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ആളുകൾ, നമ്മുടെ യുവജനങ്ങൾ നമുക്ക് നഷ്ടപ്പെടുകയാണ്. ഇതുപോലെ മനോഹരമായ ഒരു രാജ്യത്ത്, മനോഹരമായ ഒരു സംസ്ഥാനത്ത്, ദൈവത്തിന്റെ നാടെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കേരളത്തിൽ ജീവിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള ശരിയോ തെറ്റോ ആകട്ടെ, ആ ഒരു ബോധ്യത്തിൽ നാട് വിട്ടുപോവുകയാണ് നമ്മുടെ യുവജനങ്ങൾ. നമ്മുടെ യുവജനങ്ങൾ ഇപ്പോൾ തന്നെ പകുതിയിലേറെ പുറത്തായി കഴിഞ്ഞിരിക്കുന്നു. നാളെ ഇവിടെ ഇന്ന് യുവജനങ്ങൾ നിലനിൽക്കുന്നില്ലെങ്കിൽ നാളെ ഈ സമൂഹം എന്ത് അവസ്ഥയിലായിരിക്കും? വൃദ്ധരായ മാതാപിതാക്കളെ പരിരക്ഷിക്കാൻ പോലും മക്കള് ഇല്ലാതെ വരുന്ന അവസ്ഥാവിശേഷം, വീടുകളിൽ അടച്ചുപൂട്ടപ്പെടുന്ന സ്ഥിതിവിശേഷം, ഇത് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളിക്കും പരിഹാരം ഉണ്ടാകണം. ഇതൊരു പ്രത്യേക സമുദായത്തിന്റെ മാത്രം സ്വാർത്ഥപരമായ ആവശ്യവും താല്പര്യവുമല്ല, ഈ നാടിന്റെ ആവശ്യമാണ്. നമ്മുടെ സംരംഭകത്വത്തിന് കഴിവുള്ള, അതിനുള്ള ധിഷ്ണാശക്തിയുള്ള, ഭാവനയുള്ള നമ്മുടെ യുവതലമുറ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. അവരുടെ കഴിവുകൾ ഇവിടെ തന്നെ, അവരുടെ കഴിവുകൾ കണ്ടെത്തി ഇവിടെ തന്നെ അത് ഉപയോഗിക്കപ്പെടണം. ഈ നാടിന് നന്മയ്ക്ക് വേണ്ടി അത് വിനിയോഗിക്കപ്പെടണം. അതിനുള്ള സംവിധാനങ്ങൾ നമുക്ക് വേണം, അതിനുള്ള കാഴ്ചപ്പാടുകൾ വേണം, അതിനുള്ള അറിവും ആത്മവിശ്വാസവും വേണം. സംരംഭകത്വത്തിന്റെ ഉറവിടവും ഊർജ സ്രോതസ്സും സൃഷ്ടികർത്താവായ ദൈവം തന്നെയാണ്. ശൂന്യതയിൽ നിന്ന് ഈ പ്രപഞ്ചത്തിന് രൂപം കൊടുത്ത സൃഷ്ടികർത്താവാണ് ഏറ്റവും വലിയ സംരംഭകൻ. ഏത് സംരംഭത്തിന്റെയും ഉറവിടമായ ശക്തി സ്രോതസ് ആ സൃഷ്ടികർത്താവ് തന്നെയാണ്. ആ സൃഷ്ടികർത്താവിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് നമ്മൾ ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള ശക്തിയുണ്ട്, അത് കണ്ടെത്തണം. എന്നിലെ സംരംഭകത്വം അതെന്താണ് ഞാൻ തിരിച്ചറിയണം, അത് ഉപയോഗപ്പെടുത്തണം. അത് കുഴിച്ചു പുളപ്പെടാനിടയാവരുത്. ആ ടാലൻസ് ഓരോന്നും ശ്രദ്ധാപൂർവം കണ്ടെത്തി അത് വിനിയോഗിക്കണം.
ഇതാണ് ബൈബിൾ നൽകുന്ന സന്ദേശം. അതുകൊണ്ട് ദൈവത്തിന്റെ ഛായയും സാദൃശ്യവും ഉള്ള മനുഷ്യനും സംരംഭകനാകണം. അത് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ്. എനിക്കുള്ളത് എനിക്ക് വേണ്ടി മാത്രമുള്ളതല്ല. എനിക്ക് നൽകപ്പെട്ടത് എൻ്റെ സ്വാർത്ഥപരമായ താല്പര്യങ്ങൾ രക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് എൻ്റെ സഹോദരന്റെ കാര്യം കൂടി നോക്കാനുള്ളതാണ്. ആ ഒരു ചൈതന്യം, ആ ഒരു ബോധ്യം നമ്മുടെ ആളുകൾക്ക് നമുക്കുണ്ടാകും, ഓരോരുത്തർക്കും ഉണ്ടാകണം. എനിക്ക് നൽകപ്പെട്ടതാണ്. ഞാൻ ഇല്ലായ്മയിൽ നേടിയെടുത്തതല്ല, എനിക്കുള്ളതല്ല. എൻ്റെ കഴിവുകൾ ഞാൻ ഇല്ലായ്മയിൽ നേടിയെടുത്തതല്ല. എനിക്ക് നൽകപ്പെട്ടതിനെ ഞാൻ വളർത്തിയെടുത്തിട്ടുണ്ട് എൻ്റെ പരിശ്രമത്തിലൂടെ. അതെല്ലാവർക്കും വേണ്ടിയാണ്. അത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ, ഒരു കൊയിനോനിയാണ് ഇവിടെ രൂപം കൊള്ളുന്നത്. അതാണ് സംരംഭകരുടെ കൂട്ടായ്മ എന്ന് പറയുന്നത്. ഈ രംഗത്ത് പ്രവർത്തിച്ച് വിജയിച്ച ധാരാളം പേരുണ്ട്. അവരെ ഒരുമിച്ച് ചേർക്കാനുള്ള വേദി കൂടിയാണ്. അവർക്ക് ഭാവി തലമുറയ്ക്ക് ഏറെ വെളിച്ചം പകരുവാൻ സാധിക്കും, ഉത്തേജിപ്പിക്കാൻ സാധിക്കും, ഊർജ്ജം പകരാൻ സാധിക്കും. അതാണ് ഇവിടെ നടക്കുന്ന ബിസിനസ് കൂട്ടായ്മയിലേക്ക് ലക്ഷ്യം. അതുകൊണ്ട് ആരും നിരാശയോടെ മടങ്ങാനിടയാകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ചെയ്യാൻ സാധിക്കും, പക്ഷേ ഒരുമിക്കണം. ഏക മനസ്സോടെ, ഹൃദയത്തോടെ നമ്മൾ ഒരുമിക്കണം. നന്മ മാത്രം രക്ഷിപ്പിച്ചുകൊണ്ട്, എല്ലാവരുടെയും നന്മ രക്ഷിപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം. ഇതാണ് നമ്മുടെ ചരിത്രം. ഇത് തന്നെയാണ്. ആ ചരിത്രം വീണ്ടെടുക്കണം. അതിനുവേണ്ടി ഈ ക്യാമ്പ് വലിയ ഒരു പുതിയ ഒരു സ്റ്റെപ്പാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.